അൽനാമ മെഡിക്കൽ സെന്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദർ അൽ സമ, മാൾസ് ഹൈപ്പർ മാർക്കറ്റ്, ഏഷ്യ എക്സ്പ്രസ് എക്സ്ചേഞ്ച്, ക്യൂൻസ് റെസ്റ്റോറൻറ്റ്, ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം വിശുദ്ധ ഖുർആനിലൂടെ. ഇന്ന് പരിശുദ്ധ റമദാനിലെ 16-ാം ദിവസം. ലോക മുസ്ലിങ്ങൾ ഈ റമദാൻ മാസത്തിലെ 16-ാം ദിവസം 17-ാം രാവായി ആത്മസംസ്കരണത്തിനു വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകുന്ന ദിവസം. ഈ ദിവസമാണ് മദീനയിൽ നിന്നും 151 കിലോമീറ്റർ ദൂരത്ത് ബദർ എന്ന സ്ഥലത്ത് വെച്ച് മുഹമ്മദ് നബിയും സഹാബാക്കളും ശത്രുക്കളോട് ഏറ്റുമുട്ടിയത്. പരിശുദ്ധ റമദാനിലെ 17-ാം രാവ്. കൊടുംചൂട് വകവയ്ക്കാതെ വിശ്വാസി സമൂഹം പരിശുദ്ധ റമദാന്റെ ആദ്യ 15 നാളുകൾ പിന്നിട്ട് കഴിഞ്ഞു. ശക്തമായ ചൂടിനെ വകവയ്ക്കാതെ ആത്മസംസ്കരണത്തിനു വേണ്ടി നീണ്ട 15 മണിക്കൂറുകൾ വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്നു. 2 പതിറ്റാണ്ട് കാലത്തെ മറികടക്കുന്ന ചൂടാണ് അനുഭവപ്പെടുന്നതെങ്കിലും വ്രതാനുഷ്ഠാനത്തിൽ വിശ്വാസികൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചത്. ഉച്ചവിശ്രമം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിരാവിലെ തന്നെ ചൂടനുഭവപ്പെടുന്നതിനാൽ 10 മണിയാകുമ്പോഴേക്കും കടുത്ത ക്ഷീണവും ദാഹവും ഉണ്ടാകുന്നതായി നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പറയുന്നു. ഇത്രയും ശക്തമായ ചൂടിൽ റമദാൻ മാസം വ്രതം നടത്തുന്നത് ആദ്യത്തെ അനുഭവമാണെന്ന് പലരും സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനധികം ഗൾഫ് നാടുകളിൽ എത്തിച്ചേർന്നവർ ഈ വർഷത്തെ ചൂട് കണ്ട് പ്രയാസപ്പെടുകയാണ്. കൊടുംചൂടിൽ കഷ്ടപ്പെടുമ്പോഴും ആത്മീയ ചൈതന്യത്തിൻ്റെ ആവേശം മനസ്സിനെ തണുപ്പിക്കുന്നതാണെന്ന് വിശ്വാസി സമൂഹം വിലയിരുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി വാഹിദിൽ അഹദ്, അൽ ഫർദിസ് സമദ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة. സ്നേഹാദരവുകൾ നിറഞ്ഞ ജീവൻ TV ഒമാനിയം പ്രേക്ഷകർക്ക് ഹൃദ്യമായ റമദാൻ കരീം. വിശ്വാസി സമൂഹത്തിൻ്റെ അകതാരിൽ ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ തിരതല്ലി കടന്നു വന്ന പവിത്രമായ റമദാനിൻ്റെ അവസാന പാദങ്ങളിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ്. പവിത്രമായ അനുഗ്രഹീതമായ റമദാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സുദിനം വിശുദ്ധമായ റമദാനിൽ അള്ളാഹു പ്രത്യേകം അനുഗ്രഹം ചെയ്ത 2 രാത്രികളും 2 പകലുകളുമാണ്. ഒന്ന് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൻ്റെയും രണ്ടാമത്തത് ലൈലത്തുൽ ബദർ, അതായത് ബദർ അനുസ്മരണവും നടക്കുന്ന 2 സുദിനങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇന്ന് വിശുദ്ധമായ റമദാനിൻ്റെ 16-ാമത്തെ സുദിനം, അതായത് 17-ാം രാവ്, പുണ്യ ബദരീങ്ങളെക്കുറിച്ച് പറയുന്ന ബദറിൻ്റെ അനുസ്മരണം നടത്തേണ്ടുന്ന പവിത്രമായ ദിനരാത്രങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. ആദ്യമായി അള്ളാഹുവിൻ്റെ പരക്ഷതം വരുന്ന പാപികളായ അടിമകൾക്ക് പാപമോചനം ചൊരിഞ്ഞു കൊടുക്കുന്ന ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ നാം ഓരോരുത്തരും കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ച് പാപത്തിൽ നിന്ന് പരിപൂർണമായി പശ്ചാത്തപിച്ച് മടങ്ങേണ്ടുന്നത് വിശ്വാസികളായ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അചഞ്ചലമായ വിശ്വാസത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ആത്മീയമായ ചൈതന്യം,
അത് വാളുകളെക്കാളും മൂർച്ചയുള്ളത് ആണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. ബദറിൻ്റെ രണാങ്കണത്തിൽ മുസ്ലിം സമൂഹവും വിശുദ്ധമായ ഇസ്ലാമും ജയിച്ചടക്കിയതും വെന്നിക്കൊടി പാറിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബദറിൻ്റെ അനുസ്മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ബദർ ദിന ചിന്തകൾ ഓരോ വിശ്വാസികളുടെ ഹൃദയത്തിലും ആത്മസമർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹൃദയത്തിൽ ഈമാനികമായ ആവേശം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആകണം ബദർ നാം മനസ്സിലാക്കുന്നതും ബദറിൻ്റെ അനുസ്മരണം നടത്തുന്നതും. പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ബദർ എന്ന് പറയുന്നത്, ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരു വെട്ടിപ്പിടിക്കലായിരുന്നില്ല. അതുപോലെ തന്നെ ശത്രു സൈന്യത്തിനെ നേരിട്ട് കണ്ട് അവരെ പിടിച്ചു നിർത്തി അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതും ആയിരുന്നില്ല ബദർ. പിന്നെ ബദർ എന്ന് പറഞ്ഞാൽ ഒരു അതിജീവനത്തിൻ്റെ ഒരു ആത്മസമർപ്പണമായിരുന്നു ബദർ. ബദറിൽ ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങോട്ട് കടന്നുപോയി യുദ്ധം ചെയ്യലായിരുന്നില്ല ബദറിൽ നാം കണ്ടത്. ഒരു കാര്യം അറിയേണ്ടതുണ്ട്, വിശുദ്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ചിന്തകൾ ഒരിക്കലും ഒരു മത അനുയായികളെയും വിഷമിപ്പിക്കുന്നതിനോ അവനെ ആക്രമിക്കുന്നതിനോ അവൻ്റെ രക്തം ചിന്തുന്നതിനോ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹനം നൽകുന്നില്ല. വിശുദ്ധമായ ഖുർആനിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിർബന്ധിക്കലുകളില്ല. സത്യം വ്യക്തമാണ്, അസത്യവും വ്യക്തമാണ്. സത്യത്തിൻ്റെ വഴിത്താരകളിലേക്ക് കടന്നു വരുന്നവർക്ക് സത്യത്തിൻ്റെ പാത സ്വീകരിക്കാം. അതുപോലെ തന്നെ വളരെയധികം ആയുധധാരികളായ ശത്രുക്കളും നിരായുധരായ മുസ്ലിമീങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അള്ളാഹുവേ, നിൻ്റെ സഹായം, നീ എനിക്ക് വാഗ്ദാനം ചെയ്ത സഹായം നീ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നീ നൽകി സത്യത്തിനെ നീ വിജയിപ്പിക്കണമെന്ന പ്രവാചകൻ്റെ പ്രാർത്ഥന. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ അള്ളാഹുവിനോട് വിളിച്ചു പറഞ്ഞു, അള്ളാഹുവേ, ഈ യുദ്ധത്തിലെങ്ങാനും ഇസ്ലാമും മുസ്ലിമീങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കപ്പെടാനും അല്ലാ എന്നൊരു നാമം വിളിച്ചു പറയാനും ആരുമുണ്ടാകുകയില്ല. അതുകൊണ്ട് വിജയം നൽകണമെന്ന പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ബദറിൽ നാം കണ്ട വിജയം. അല്ലാതെ ആയുധത്തിൻ്റെയോ അതുപോലെ തന്നെ ആൾബലത്തിൻ്റെയോ അതുപോലെ തന്നെ അങ്ങോട്ട് കടന്ന് കയറി ആക്രമിക്കുന്നതിൻ്റെയോ ഒന്നിൻ്റെയും ഫലമായിരുന്നില്ല ബദറിൻ്റെ വിജയം. ബദറിൽ നാം നേടിയെടുത്ത വിജയം ആത്മസമർപ്പണത്തിൻ്റെതായിരുന്നു, ആത്മീയ ചൈതന്യത്തിൻ്റെതായിരുന്നു. വെറും ഒരു ഗ്ലാസ് വെള്ളവും 1-2 ഈത്തപ്പഴങ്ങളും കാരക്കകളും മാത്രം കഴിച്ചുകൊണ്ട് പെരുവെയിലത്ത് ശത്രു സൈന്യത്തിന് മുമ്പിൽ, സർവായുധ സജ്ജനായ ശത്രു സൈന്യത്തിൻ്റെ മുമ്പിൽ കഴിക്കാനും മതിക്കാനും എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ശത്രുവിൻ്റെ മുമ്പിൽ ഏറ്റുമുട്ടി നേടിയെടുത്ത വിജയമാണ് ബദറിൽ നാം അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബദറിൻ്റെ അനുസ്മരണം നടത്തുന്നതോടൊപ്പം മഹത്തുക്കളായ പുണ്യബദരീങ്ങളുടെ പ്രത്യേകതകൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്നും അവർ നമുക്ക് കാണിച്ചു തന്ന വിശ്വാസത്തിൻ്റെ ദൃഢത, ഈമാനികമായ ചൈതന്യം, ആ ചൈതന്യം സ്വജീവിതത്തിൽ സ്വാംശീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാകണം, അങ്ങനെയുള്ളതാകണം. അതുപോലെ വിശുദ്ധമായ റമദാനിൻ്റെ അനുഗ്രഹത്തിൻ്റെ 10 നമ്മിൽ നിന്ന് കഴിഞ്ഞു കടന്നുപോയി. പാപമോചനത്തിൻ്റെ 10ലാണ് നാം ഉള്ളത്. റമദാൻ 20ഓടുകൂടി ആ പാപമോചനത്തിൻ്റെ 10ഉം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ പിന്നെയുള്ളത് അള്ളാഹുവിൻ്റെ പരക്ഷതം വരുന്ന പാപികളായ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10ആണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അവസാന 10ൽ നിങ്ങൾ എത്തിയാൽ അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നരകമോചനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ വഅത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ മുന്നോറുകൾ കടന്നുപോയ സ്വർഗത്തിൽ നീ ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമെന്ന
പ്രാർത്ഥന ഓരോ വിശ്വാസികളും അവരവരുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്നത് അത്യാവശ്യമാണ്. അതിന് നാഥൻ തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് റമദാനുമായി ബന്ധപ്പെട്ട ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ആഴ്ചകളിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും റമദാൻ കരീം.